സോപാന സംഗീതത്തിന് സമൂഹമാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരം നൽകിയ കലാകാരിയാണ് ഇരിങ്ങാലക്കുട സ്വദേശിനി ആശാ സുരേഷ്. ഇടയ്ക്കയുടെ താളത്തിൽ ആശയുടെ സോപാന കീർത്തനങ്ങൾ ഭക്തരിൽ ഈശ്വരാംശം നിറയ്ക്കുന്നു. ഭക്ത മനസ്സുകളിൽ വലിയ സ്വീകാര്യത നേടിയ കലാകാരിയുടെ വിശേഷങ്ങൾ അറിയാം. എന്നോടൊപ്പം ഇപ്പോൾ സോപാന സംഗീതത്തിന് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരം നൽകിയ ഒരു വലിയ കലാകാരി ചേരുകയാണ് ആശാ സുരേഷ്. ആശാ, നമസ്കാരം. എങ്ങനെയാണ് ഈ സോപാന സംഗീത രംഗത്തേക്കുള്ള വരവ്? സോപാന സംഗീതം ഇടയ്ക്ക് പഠിക്കാൻ ആരംഭിച്ചത് വളരെ ചെറിയ പ്രായത്തിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്, തൃശ്ശൂർ ജില്ലയിലെ. അവിടെ മഹാപ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്, കൂടൽമാണിക്യം ഭരതക്ഷേത്രം. കൂടൽമാണിക്യ സ്വാമിയുടെ അവിടെ പണ്ട് നിത്യം തൊഴാൻ പോകുമ്പോൾ കാണുന്ന വാദ്യമാണ് ഇടയ്ക്ക. അങ്ങനെയാണ് ഇടയ്ക്കയോടൊരു കൊച്ചുകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഭയങ്കര ഭംഗിയുള്ള വാദ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞപ്പോൾ പഠിക്കാൻ കൊണ്ട് ചേർത്തു. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അങ്ങനെയാണ് ഇടയ്ക്ക പഠിക്കാൻ എത്തിയത്. പിന്നെ അതിന് ശേഷം ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ അത്യാവശ്യം പാടി ഇടയ്ക്കയുടെ കൂടെ പാടാൻ തുടങ്ങി. പിന്നെ കോവിഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. കോവിഡ് സമയത്ത് ഒരു ലൈവ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ ധാരാളം ക്ഷേത്രങ്ങൾ, ഒരു 200-ലധികം പേജുകളിൽ ലൈവ് ചെയ്യാനൊരു ഭാഗ്യം കിട്ടി. മിക്കതും ക്ഷേത്രങ്ങളുടെ പേജുകളിലാണ്. അപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വിളിച്ചു പരിപാടിക്ക്. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന നിലയിൽ സോപാന സംഗീതം ഇങ്ങനെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. ഇതിനോടൊക്കെ എത്ര വേദികളിൽ ഇപ്പം ഈ സോപാന സംഗീതം അവതരിപ്പിച്ചിട്ടുണ്ടാവും? ഇപ്പോൾ ഡയറക്റ്റായിട്ടിപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ സീസൺ 3ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഒരു എങ്ങനെ എണ്ണീട്ടൊന്നുമില്ല കേട്ടോ, ഒരു 300ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് ഈ സോപാന സംഗീതത്തിന് ഇത്രത്തോളം പ്രചരിക്കും കാരണം ആശ മാത്രമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനം, പിന്തുണയൊക്കെ എങ്ങനെയാണ്? ഭയങ്കര പിന്തുണയാണ്. സോപാന സംഗീതം പോലൊരു കലാരൂപം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പം എനിക്കറിയില്ല ഞാനാണോ ആദ്യം ചെയ്തിട്ടുള്ളതെന്ന്, പക്ഷേ പിന്നെ കലാകാരന്മാർക്ക് എന്നും എപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്ന മേഖലയാണ് സോഷ്യൽ മീഡിയ. അത് എന്താ പറയുക, ഒരുപാട് അവസരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ, ഞാൻ തന്നെ അതിൻ്റെ കോവിഡിൻ്റെ ഒരു പോസിറ്റീവ് പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ വലിയ പിന്തുണ സ്വന്തം കുടുംബമാണ് തോന്നുന്നല്ലേ? പിന്നെ കുടുംബം, അച്ഛനും അമ്മയും ജ്യേഷ്ഠനുമാണ് എൻ്റെ കുടുംബം. അവർ മാത്രമാണ്. പിന്നെ ഭഗവാൻ അനുഗ്രഹിച്ച് ഈ കുടുംബമാണ് എൻ്റെ ശക്തി. അവർ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അറിയാലോ, പെൺകുട്ടികളധികം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്താണ് ഞാൻ പഠിച്ചിരുന്നതൊക്കെ. ഞാൻ ഇടയ്ക്ക് പഠിക്കുന്ന സമയത്ത് ആരും ഇടയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നില്ല, നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛനൊക്കെ അതിന് ഒരു മടിയും ഇല്ലാതെ നമ്മളെ കൊണ്ട് ചേർത്തി. പിന്നെ എന്ത് കാര്യത്തിനും നമ്മൾ ആവശ്യപ്പെട്ടാൽ നോ പറയാറില്ല, എല്ലാത്തിനും സപ്പോർട്ടാണ്. അപ്പോൾ അത് ഈശ്വരൻ തന്നൊരു അനുഗ്രഹമാണ് എൻ്റെ കുടുംബം. അത് തന്നെയാണ് വലിയ കാര്യം. തീർച്ചയായിട്ടും. ആശയുടെ ഇനിയൊരു ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഈ മേഖലയിൽ തന്നെ സജീവമാകാനാണോ തീരുമാനം? തീർച്ചയായിട്ടും. ഭഗവാൻ അനുഗ്രഹിച്ച് തന്നൊരു കഴിവാണ്, അല്ലെങ്കിൽ അനുഗ്രഹിച്ച് തന്നൊരു കലയാണ്. ഇങ്ങനെ ഇടയ്ക്ക് തൊടാൻ പറ്റുന്നതിനെ ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവസാനം വരെ സോപാന സംഗീതം കൊണ്ട് എത്ര നാൾ പറ്റുന്നോ അത്രയും നാളും അങ്ങനെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ബാക്കിയെല്ലാം ഇങ്ങനെ സൈഡാക്കി സോപാന സംഗീതമാണ് മെയിൻ. നമ്മുടെ അമൃത TV പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ആശയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗീതത്തിൻ്റെ ഒരു 4 വരി ചൊല്ലിക്കരുത്? പാടാം, തീർച്ചയായിട്ടും. കാശി വിശ്വനാഥ ഗൗരീശ ശങ്കര ശംഭോ കാലിന കൈവണങ്ങിടുന്നേ. കാശി വിശ്വനാഥ ഗൗരീശ ശങ്കര ശംഭോ കാലിന കൈവണങ്ങിടുന്നേ. കാലകാല ഗുണാലയ കരുണാലയ കമലാശരാന്തക കാല
കാല ഗുണാലയ കരുണാലയ കമലാശരാന്തക ബാലവിലോചന പാർവതി വല്ലഭ ബാലവിലോചന പാർവതി വല്ലഭ പത്മനാഭ വന്ദ്യാംബുജ ചരണ കാശി വിശ്വനാഥ ഗൗരീശ ശംഭോ വളരെ നന്ദി ആശ. എന്തായാലും നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു കീർത്തനം ആലപിച്ചതിന് വളരെ നന്ദി. ഒപ്പം അടുത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒപ്പം ആശ ആഗ്രഹിച്ചതുപോലെ തന്നെ വലിയ വിജയങ്ങൾ, നല്ല ഭാവി ആശയ്ക്ക് കൈവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ അനുരാഗിനൊപ്പം ഗൂഗിൾ രമേശ്, അമൃത ന്യൂസ് പാലക്കാട്.